വെൽക്കം ബാക്ക് ടു ജിൻസം വ്ളോഗ്സ്. അങ്ങനെ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിക്കാണ് ഒരു കിഡിലെ സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഗ്രാവിറ്റി ബൈക്ക് റിക്കമ്പൻറ്റിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കിഡിലെ സാധനങ്ങളായിരുന്നു. ഇന്ന് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വീണ്ടും വേറൊരു കിഡിലെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ അത് ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങളെയും കൂടി കാണിച്ചു തരാം. ഒരു അടിപൊളി സംഭവമാണ്. ഞാൻ ഡെന്നീസിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് റൂം തുറന്നു നോക്കാൻ വായോ. അപ്പോൾ ഇവിടെയാണ് ആ ഒരു സംഭവം. അവന്റെ റൂമിലത്തെ വർക്കിംഗ് ടേബിൾ ആണിത്. അപ്പൊ ടേബിൾ എന്നെ കിഡിലെ സംഭവമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണിക്കാൻ വന്ന സാധനം, ആ സ്പെഷ്യൽ സാധനം, കേരളത്തില് അധികം എവിടെ ഇല്ലാത്ത സാധനത്തുമ്പോ ഞാൻ എന്തേ കയറി ഇരിക്കാൻ പോവാണ്. ഇനി എന്താണ് സാധനം എന്നൊന്ന് കാണിച്ചു കൊടുത്ത. അയ്യോ ഓക്കെ. ഓ ദേ ഇതൊരു കട്ടിലാണ്. ഞാൻ എന്തിനാ ഒരു കട്ടിൽ ഇമാതിരി ബിൽഡപ്പ് കൊടുത്തേന്നല്ലേ. സാധാരണ 4 കാലുള്ള കട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഇവിടെ ഒരു കാല് ഞാൻ തപ്പി നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഇനി മറ്റേ അക്കർലിറ്റ് കാലൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇവിടെയും കാലില്ല. ഇവിടെയും എനിക്ക് കാല് കാണാൻ പറ്റിയില്ല. പിന്നെ എവിടെയും കാല് കട്ടിലിൻ്റെ കാല് തപ്പി ആദ്യത്തെ യൂട്യൂബർ ഞാനാട്ടാ. ദേ ഇവിടെയും ഇതിൻ്റെ കാലില്ല. അതായത് ഈ കട്ടിലിന് ഞാൻ എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് കാലില്ല. പക്ഷേ അവൻ പറഞ്ഞത് ഒരു കാലുള്ള കട്ടിലാണ് ഇതെന്ന്. ഈ കട്ടിലിന് ഒരു കാലുണ്ട്. പക്ഷേ നമ്മൾ അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ മൂലയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഇത് നിന്ന് കഴിഞ്ഞാൽ നിൽക്കോടെ നിൽക്കട്ടെ വീഴോ? എനിക്ക് നല്ല പേടിയുണ്ട്. എന്റെ പൊന്നെ ഗൈസ്, ഒരു മൂലയ്ക്കാണ് ഈ കട്ടിലിനെ ഞാൻ നിൽക്കുന്നത്. സൂപ്പർ. ഒരു 80 കിലോ സുഖമായിട്ട് ഈ മൂലയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൊള്ളാം, നല്ല കട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കിടിലിന് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഉണ്ടാക്കിയ ആളെ ഞാൻ വിളിക്കാം. ഡെന്നീസ് കമോൺ. ഇതാണ് ഡെന്നീസ്. നമുക്ക് ഇവനോട് തന്നെ ചോദിക്കാം കേട്ടോ. അപ്പം ഞാൻ കട്ടിലുണ്ടാക്കിയ ആളെ കട്ടിൽമ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കട്ടിലുണ്ടാക്കിയ ആളെ കട്ടിൽമ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഈ കട്ടിലിന് വല്ല പേര് അങ്ങനെ എങ്ങാനും ഉണ്ടോ? അതിന്റെ പേര് ഫ്ലോട്ടിംഗ് ബെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്ലോട്ടിംഗ് ബെഡ് എന്നാണ് ഈ കട്ടിലിന്റെ പേര്. അപ്പോൾ ഈ കട്ടില് ഉണ്ടാക്കാനായിട്ട് എങ്ങനെ ഒരു ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? എന്ന് വെച്ചാൽ എന്ത് ചെയ്യുമ്പോഴെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നി എൻ്റെ റൂമിലേക്ക് ഒരു കട്ടില് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു രീതിയിൽ ചെയ്യണം. എല്ലായിടത്തും ഉള്ള പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ത്രില്ലില്ലല്ലോ. കാണുന്ന ഒരു ഹൗ എന്ന് പറയണം. അപ്പോൾ ഹൗ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു പരിപാടിയാണ് ഫ്ലോട്ടിംഗ് ബെഡ്. അപ്പോളേ എങ്ങനെയാണ് നിനക്ക് ഈ ഒരു ഐഡിയ കിട്ടിയതെന്നൊന്ന് പറഞ്ഞേ. അതായത് ഇത് പുറത്തുള്ള യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഗെയിമിംഗ് റൂമിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ കട്ടിൽ. പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതായത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടും വളരെ ഹൈ ആണ് അതിൻ്റെ പൈസ. ഞാൻ നോക്കിയായിരുന്നു, പുറത്തുനിന്ന് വരത്തിക്കാനൊക്കെ നോക്കിയതാണ്. അപ്പോൾ പറ്റാണ്ടായപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും തോന്നുവാണ് ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന്, അപ്പോൾ നിന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുമോ? പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇനി ഒരു മേജർ ക്വസ്റ്റ്യൻ. ഈ കട്ടിലിന് പുറം രാജ്യങ്ങളിൽ ഏറെക്കുറെ നോക്കിയപ്പോൾ വില അത് എന്തോരം വരുന്നുണ്ട്? അതായത് പുറത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എന്തായാലും ഒരു 1 ലക്ഷത്തിൻ്റെ മേലെ ഓക്കെ 1 ലക്ഷത്തിന് മേളിലുള്ള ആ ചിലവുള്ള കട്ടിൽ നീ ഇവിടെ ഒരു എന്തോരം ചിലവിലാണ് ചെയ്തെടുത്തത്? ഞാൻ ചെയ്തെടുത്തത് എനിക്ക് എല്ലാം കൂടിയിട്ട് ഒരു 30,000 രൂപയുടെ ഏറ്റവും താഴെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരാൾ നിനക്ക് ഒരു 30,000 തന്നിട്ട് ഇത് ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരാൻ പറ്റും? നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, അത് മാത്രമല്ല ഇതുപോലത്തെ ഫർണിച്ചറും നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പോഴേ ഇതുപോലത്തെ ഈ വെറൈറ്റി കട്ടിൽ, വെറൈറ്റി ടേബിൾ, ഈ വക സാധനങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ല ഒരു ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവം ചെയ്തുകൂടെ? അല്ല, ഓൾറെഡി ഉണ്ട്. എന്താണ്? ഞാൻ DTM ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഒരു പേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർക്ക് ഉണ്ടാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട്. കുറേ വർക്ക് ഉണ്ട്. ഇത് മാത്രം നല്ല ക്രിയേറ്റീവ് ആയിട്ട് കുറേ ഐഡിയാസ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ അതിൽ എന്തിട്ടാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? മെയിനായിട്ട് ഫർണിച്ചേഴ്സ് ആണ്. അതുമാതിരി റൂം പാർട്ടീഷൻ തിരിക്കുന്ന പരിപാടി എല്ലാം ഉണ്ട്. സ്റ്റെയർ കേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതുപോലത്തെ കട്ടില് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇങ്ങനത്തെ കട്ടില്, സോഫ സെറ്റ്, ടീപ്പോയി, അതുമാതിരി ഇപ്പോഴത്തെ ഓഫീസിന് ഒക്കെ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ടേബിൾസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെ. പിന്നെ ഇതിപ്പം ഈ ഒരു കട്ടില് നിന്റെ റൂമിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഐഡിയ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മളതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ള ഫർണിച്ചേഴ്സ് വാങ്ങാൻ പോകുന്ന പോലെയല്ല നമ്മുടെ വർക്ക്. നമ്മൾ ആദ്യം കമ്പ്യൂട്ടറിൽ 3D മോഡൽ ചെയ്യും. നിങ്ങളുടെ റൂമിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനത് 3Dയിൽ മോഡൽ ചെയ്തിട്ട് നിങ്ങളുടെ റൂമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കും. എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യാം. ഞാൻ 3D മോഡൽ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കളറുകളെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത്
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടാണ് ഞാൻ വർക്ക് തുടങ്ങുക. ഓക്കെ, അപ്പോൾ മുമ്പ് മോഡൽ ചെയ്തത് ഏതെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. ഈ കട്ടിലിന്റെ മോഡൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഒന്ന് കാണിച്ചു തരും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണല്ലേ അതിന്റെ 3D മോഡല്? അതെ അതെ, ഇതിപ്പോ നമ്മൾ ഫ്ലൈവുഡ് ഇടാണ്ട് അതിന്റെ ഫ്രെയിമാണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഈ കട്ടിലിന്റെ കാല് കണ്ടില്ലേ, ഇവിടെയാണ് ഇതിന്റെ കാല്. അപ്പോൾ ബാക്ക് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നെ. ഇതിന്റെ ബാക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ കണ്ട ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം ഫുള്ളായിട്ടുള്ളത്. ഓക്കെ, കൊള്ളാം. ഇതില് മറ്റേ നല്ല കളറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതെന്താണ്, മോഡലായോണ്ടാണോ? ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡൽ ചെയ്യും, അതൊരു ഫസ്റ്റത്തെ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ കുറേ കളറുകൾ അടിച്ചിട്ട് പല പല മോഡലുകളാക്കിയിട്ട് നമ്മൾ മാറ്റും. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ഏത് കളറാണോ വേണ്ടത്, നിങ്ങളുടെ റൂമിന് ഏതാണോ മാച്ച് ആയിട്ടുള്ളത് ആ കളറായിരിക്കും നമ്മളിതിൽ പൗഡർ കോട്ടിങ് ചെയ്യുക. നോർമൽ പെയിൻ്റ് അല്ല നമ്മൾ അടിക്കുക, ഫാക്ടറിയിലൊക്കെ കൊണ്ടുപോയിട്ട് പൗഡർ കോട്ടിങ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരാം. യൂസർ മാനുവൽ അടക്കം വരും ഇതിൽ. ഇത് പൗഡർ കോട്ട് ചെയ്തതാണെന്നാ പറഞ്ഞത്. നോർമലി നമ്മൾ അടിക്കുന്ന പെയിന്റ് അല്ല, ഇതെന്തോ പൗഡർ കോട്ടിങ് എന്നാ പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഫിനിഷിങ് ഞാൻ കാണിച്ചു തരാം. ശരിക്കും നമ്മൾ പുതിയൊരു സംഭവം വാങ്ങുന്നത് എങ്ങനെയാണെന്നോ, കടയിൽ നിന്ന് എങ്ങനെ വാങ്ങുന്നു അതിനേക്കാളും കിടിലമായിട്ടാണ് ഇവർ പെയിന്റ് ചെയ്യുന്നത്. ഇരുമ്പിന്റെ ചെയറുകൾ കണ്ടിട്ടുണ്ട്, അതൊക്കെ പൗഡർ കോട്ടിംഗ് ആണ്. ഓക്കെ ഓക്കെ, ആ ഒരു ഗ്ലേസിങ് ഇത് മാറ്റിലും ചെയ്യാം, ഗ്ലേസ് മറ്റേ നമുക്ക് ഗ്ലോസി ആയിട്ടും ചെയ്യാൻ പറ്റും, പൗഡർ കോട്ടിംഗ് പല രീതിയിൽ. നിന്റെ ക്ലയൻസിനനുസരിച്ച് നീ അങ്ങനെ ചെയ്യും. അതെ, ഈ കട്ടിലിന് എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളത്? പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത്, അത് GI. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മരത്തിൻ്റെ കട്ടിലുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിലിങ്ങനെ ചെതൽ വരുന്ന പ്രശ്നം, അതേമാതിരി കട്ടലിൻ്റെ അടിയിലൊക്കെ നോക്കിയാൽ ഇങ്ങനെ ഒരു പൊടിയായിട്ട് ഇങ്ങനെ മരം പൊടിഞ്ഞ് പോകുന്നൊക്കെ കാണാൻ പറ്റും. ഇതിനങ്ങനെ ഒരു ഇഷ്യൂ വരുത്തില്ല. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുത്തിട്ട് ഇത് എടുത്ത് കളയേണ്ടി വരും. അതായത് ഇത് കാലാകാലം കെടുക്കും, ഇരുമ്പിൽ ചെയ്തിട്ടുള്ള കാരണം നമുക്ക് പിന്നെ വല്ല പുതിയ മോഡൽ വീട്ടിൽ ഇടണം എന്ന് തോന്നിയിട്ട് നമ്മളിത് വല്ലവർക്ക് എടുത്ത് കൊടുക്കേണ്ടി വരും. അതുവരെ ഇത് ഇങ്ങനെ തന്നെ കെടുക്കും. അതാണ് മെയിൻ പ്രത്യേകത. പിന്നത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ കേസ് ഫ്ലോട്ടിംഗ് ബെഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു റോബോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് റൂം ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ മെഷീനറീസുകൾ അതുമാതിരി വീട്ടിൽ പൂച്ച പട്ടേനെ വളർത്തുന്നതൊക്കെ ആണെങ്കിലും അടിയിൽ പോകാനും കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സവും കാര്യങ്ങളും ഉണ്ടാവില്ല, ഇപ്പോൾ പിള്ളേരാണെങ്കിൽ കൂടി. പിന്നെ അതേപോലെ തന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മളൊരു ലൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതരം കളറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ട്, അത് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുക. പിന്നെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചൊരു കത്തും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ അടിയിൽ എന്തിനാണ് ലൈറ്റ് വെച്ചതെന്നുള്ള ഒരു മെയിൻ റീസൺ, ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കിടന്നുറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നടക്കാൻ നോക്കുമ്പോൾ വെളിച്ചെറിഞ്ഞ് തടഞ്ഞ് വീഴുക, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കുറേ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം എന്തിനാണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു വെളിച്ചം ഈ റൂമിലുണ്ടാവും. അതായത് ഇതിട്ട് കഴിഞ്ഞാൽ, അതായത് ബെഡിൽ കിടക്കുന്ന ആൾക്കാർക്ക് ലൈറ്റ് കാണാൻ പറ്റില്ല. ചിലവർക്ക് ലൈറ്റ് കാണുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും, ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതിന് വരില്ല ഈ ലൈറ്റ്. അതേമാതിരി നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ എന്തിനെങ്കിലുമൊക്കെ പോകുമ്പോൾ ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നിലത്ത്, അതായത് നമ്മുടെ അടിയിൽ ഫ്ലോറിൽ മാത്രം ലൈറ്റ് ഉണ്ടാവുന്നു. നമ്മൾ ബാക്കി ചുമരുമുകളിലേക്കൊന്നും ലൈറ്റ് വരില്ല, ഫ്ലോറിലേക്ക് മാത്രം ലൈറ്റ് വരും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് വഴി നോക്കിയിട്ട് ടോയ്ലറ്റിൽ പോകാൻ എന്തെങ്കിലും ആവശ്യത്തിന് കാര്യങ്ങൾ സുഖമായിട്ട് പറ്റും. നല്ല ലൈറ്റിംഗ് ഉണ്ടായിരിക്കും. അതേമാതിരി വീട്ടിൽ വല്ല പാർട്ടി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ വരികയാണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും, കുട്ടികൾക്കും അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ എന്ന് പറയുന്നത് ഇതിൽ കണ്ടില്ലേ ചാരി ഇരിക്കാനുള്ള കുഷ്യൻ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ശരിക്കും ഈ ഹൈറ്റ് അല്ല വരിക, ഈ ഏകദേശം ഇത്ര ഹൈറ്റോളം വരും നമ്മുടെ ഈ കുഷ്യൻ. ഇതിപ്പോൾ എൻ്റെ റൂമിന് വേണ്ടി ഡിസൈൻ ചെയ്താൽ, കാരണം ഇവിടെ ഇനി വേറൊരു സംഭവം വരാനുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് ഞാൻ ഇട്ടിട്ട് ഇപ്പോൾ എൻ്റെ റൂമിന് വേണ്ടി ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള. നിങ്ങളുടെ റൂമിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫർണിച്ചേഴ്സ് ഡിസൈൻ ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ഉണ്ടാക്കിയ ആൾ തന്നെ ഈ കട്ടിലിൻ്റെ കാലൊന്ന് കാണിച്ചാൽ അടിയിലുണ്ട്, ഞാൻ കാണിച്ചാൽ. അതായത് ഇതാണ് ഇതിൻ്റെ കാല്. ഓക്കെ, അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു കാലിൽ ഈ വരുന്ന കട്ടിലിൻ്റെ ഫുൾ വെയിറ്റ് താങ്ങും? അതെങ്ങനെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കാല് കണ്ടില്ലേ, ഇതിൽ വരുന്നത് ഒരു 3 MS പ്ലേറ്റ് വരുന്നുണ്ട്. അതായത് അത്യാവശ്യം വലിയ സ്ക്വയർ ആയിട്ടുള്ള മുകളിലും അടിയിലായിട്ട് 3 പ്ലേറ്റാണ് വരുന്നത്. ഓക്കെ, പിന്നെ അത് ഊരി മാറ്റാനൊക്കെ പറ്റും, കട്ടിലെന്തെങ്കിലും മാറ്റണമെങ്കിൽ. ഈ നടുക്ക് വെച്ചിരിക്കുന്ന ആ ഒരു പൈപ്പ് കണ്ട, ആ ഒരു പൈപ്പിന്റെ മാത്രം വെയിറ്റ് ഏകദേശം 11 കിലോളം വരും. 11 കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കപ്പലുകളുണ്ടല്ലോ, ഈ കപ്പലുകളിലേക്ക് യൂസ് ചെയ്യുന്ന പൈപ്പുകളുണ്ട്, അതായത് സെൻറ്റർ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ പൈപ്പാണ് നമ്മൾ ഇതിനിട്ടിരിക്കുന്നത്. അതിപ്പോൾ എൻ്റെ റൂമിലേക്ക് ആയത് കാരണം ഞാനിവിടെ എടുത്ത് ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ കപ്പൽ പൊളിച്ചു വരുന്ന പാർട്സിൽ നിന്ന് ഞാൻ എടുത്ത് ചെയ്തിട്ടുള്ള. പക്ഷെ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്യുക, അതിൻ്റെ പുതിയതാണ് നമ്മൾ വാങ്ങുക. ഇതിപ്പോൾ എനിക്കായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സെക്കൻഡ്സ് വാങ്ങിച്ചത്. പക്ഷെ അതിനൊരു കുഴപ്പമില്ല, ഇരുമ്പാണ്, ഒരു പ്രശ്നവുമില്ല.
അപ്പോഴേ ഇതുപോലത്തെ വെറൈറ്റി ഫർണിച്ചർ, വെറൈറ്റി കട്ടില് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് ഞാൻ ഇവന്റെ നമ്പർ കൊടുക്കാം, നിങ്ങൾ വിളിച്ചോ സംസാരിച്ചോ അവൻ പറഞ്ഞുതരും, സംഭവമൊക്കെ റെഡിയാക്കാം ഇല്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു വെറൈറ്റി കട്ടിലിന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ അടുത്തൊരു കിട്ടിലെ വീഡിയോയിൽ വരാം. ബൈ.